അമ്മേ, ആ പ്ലാന്റിനെതിരെ സമരത്തിന് പോകാൻ ഇറങ്ങുമോ ഗിരി? 2 ദിവസങ്ങളെ വാർത്തകളിലൊക്കെ പ്ലാന്റിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് കേൾക്കുന്നത്. ഇന്ന് തുറക്കുമെന്നും സമരം നടക്കുമെന്നും കലാപം പോലെയൊക്കെ ആവുമെന്നും പറയുന്നു. അതിനിടയിലേക്ക് പോണ്ടെന്ന് ഗിരിയോട് പറയാമേ. ഹലോ, ആ മാഷെ, ഞാൻ ഇറങ്ങി. ആ, അവിടേക്ക് തന്നെ പോവാ. പാർട്ടി ഓഫീസിലെ കാര്യം ജോസഫ് മാഷ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ശരി രജനി, ഞാൻ ഇറങ്ങണേ. അമ്മേ അമ്മേ, ഗിരി നിക്ക്. പ്ലാന്റിന്റെ സമരത്തിന് പോണ്ട. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. രജനി, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. സമരത്തിന്റെ കാര്യം ഇന്നും നില തുടങ്ങിയതല്ലോ. അമ്മ ഒന്ന് പറയേ. മോനെ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ പ്രവർത്തകരെയും കൂട്ടി പോയി നോട്ടീസ് ഒട്ടിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങ് വരും. ഉച്ചയ്ക്കും നിനക്ക് ഡോക്ടറെ കാണേണ്ടതല്ലേ? അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഡോക്ടറെ കണ്ടു വന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എന്നിട്ട് വീണ്ടും സമരത്തിന് പോവോ? നീ ഇങ്ങനെ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ഓരോന്ന് ചോദിക്കല്ലേ. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ. ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടി റെഡിയായിരുന്നു. ഗിരി, രജനിക്ക് മാത്രമല്ല, എനിക്കും ഇപ്പോൾ ഒരു പേടിയുണ്ട്. നീ ഒരുപാട് സമരവും പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇതുപോലൊരു ഭയമില്ലായിരുന്നു. ഈ KK നായരുടെ കാര്യത്തിലെന്തോ മനസ്സിനൊരു സ്വസ്ഥത കുറവ്. അയാളൊരു വിഷപ്പാമ്പാ. ആ പാമ്പിന്റെ പല്ലെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ സമരം ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളില്ലേ. എല്ലാവരുടെ വീട്ടിലുണ്ട് ഭാര്യയും മക്കളും അമ്മയും അച്ഛനും ഒക്കെ. പിന്നെ രജനി, സമരം ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് കൂടി വേണ്ടിയാ. എന്നുവെച്ചാ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനും സമാധാനത്തോടെ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി. പോട്ടെ, ധൈര്യമായിട്ടിരിക്കടോ. സൂക്ഷിക്കണം. ആ ഡോക്ടറെ കാണിക്കാനുള്ള ഫയലൊക്കെ എടുത്തു വെച്ചോ. നീ വിഷമിക്കണ്ട, അമ്മ ഇങ്ങ് വരും. അല്ല,